പലജാതി അലാറുണ്ട് ഈ ചെങ്ങാൻ്റെ അലാറം. എന്ത് അലാറം! എന്നിട്ട് ഇപ്പൊ നീച്ചല്ലോ. അതാ പിന്നെ ഇറങ്ങി. പിന്നെ എന്തിനാ വെച്ചത്? ഒക്കെ ഒരു കിളി പോയ ഫ്രണ്ട്സാണ് എൻ്റെ. ഇതേ വേറൊന്ന് നേരം വെളുത്തില്ലേ? നേരെ വെളുത്തില്ലേ? സുബീസ്കാരൻ ഇങ്ങോട്ട് കടന്നാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മളിതാ സേറൻസിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവൻ്റെ വീട് ചേളാരിയാണ്, ചേളാരി. അപ്പം നമ്മൾ കോഴിക്കോട് തൃശ്ശൂരിലെ NH നിൽക്കുന്നത്. ഏകദേശം കുളപ്പുറം. അപ്പം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ബാക്കി പറയാം. ഇതാണ് NH. ഓക്കെ, നമ്മൾ പുതിയ നാഷണൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മാറ്റല്ലേ! പണ്ടൊക്കെ നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ എത്ര സമയം എടുക്കും എൻ്റെ വീട്ടിൽ എത്തണമെങ്കിൽ? ഇപ്പൊ നോക്കി എന്തൊരു മാറ്റം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെയൊക്കെ. പൊന്നാനി. ഡ്യൂട്ടി എടുത്തിട്ട് 45 മിനിറ്റ് വീട്ടിൽ പോയി. എയർപോർട്ടിൽ സുഖകാരല്ലേ? പെട്ടെന്ന് എത്തും പരിപാടി. നമുക്ക് ഭയങ്കര സുഖം. കാരണം നമുക്ക് കുട്ടിയായിട്ട് പോകാനായിട്ട് ഇതിനായാലും നമുക്ക് സമയം കറക്റ്റ് 1 മണിക്കൂറും പറഞ്ഞാൽ മതി. ഏത് ലോങ്ങസ് എത്തും. മാത്രമല്ല, ഞങ്ങളിപ്പോഴത്തെ പാറപ്പള്ളി പോയി. പാറപ്പള്ളിക്ക് 55 കിലോമീറ്റർ ആണ് 1 മണിക്കൂർ കൊണ്ട് ഓടിയത്. ഈ ബൈക്ക് ഇറങ്ങി ഇവിടെ നിന്ന് കയറി നേരെ കൊയിലാണ്ടി പോയി ഇറങ്ങി. കറക്റ്റ് 1 മണിക്കൂറാണ് സമയം. ഇത് സ്ഥലം ഫുള്ള് കിട്ടുന്നില്ല. എങ്ങനെ കൊണ്ടൊലക്കല ആ വണ്ടിയൊക്കെ പോണ പോക്കല്ലേ? നമ്മൾ ഓൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ആള് മീൻ വാങ്ങാൻ പോണത്. വേഗം വരില്ലേ? ആ പോണ് എന്തടിച്ചിട്ട് അവിടെ പോയി വിൽക്കായിരുന്നു. അതിന് ഇതാട്ടില്ല, നാഷണൽ ഹൈവേ അങ്ങനെ പോകും. ഓൻ്റെ വീട്ടിൽ നമ്മളിതാ ഇതിങ്ങനെ പോണം. എവിടെ ഒരു മൊയാപ്പി. ആൾ താമസമില്ലാത്ത വിജനമായ നാടിലൂടെ ഞങ്ങളിതാ യാത്ര തിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മള് കശാശുപത്രി പണ്ട് പറയില്ലേ, കശാശുപത്രിന്റെ സ്ഥലമായിരുന്നു. ഞാൻ കരുതിയത് പാലക്കാടായോണ്ട് എന്റെ നാട്ടിൽ മാത്രം ഇത്തരം ഉൾഗ്രാമങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ കരുതി. പക്ഷേ അതിനെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് സേറാൻസിന്റെ നാട്ടിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ തന്നെ മെയിൻ ആയിട്ട് ഗ്രാമമാണ്. അതെ അതെ അതെ. എന്റെ വീട് നിൽക്കണ തന്നെ തൊട്ടുമ്പ് പാടും, അതിന്റെ അപ്പുറത്ത് തോടുമാണ്. വെള്ളം വന്നു കഴിഞ്ഞാല് നല്ല രസമായിരുന്നു. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കലേക്ക് സ്വാഗതം. ഇജാതി റൂറലോ സേറൻസിന്റെ ഡ്രൈവിംഗ് കേട്ടോ, അനക്ക് വലിയൊരു ഭാവി ഉണ്ട്. അങ്ങനെ നമ്മൾ സേറാൻസിന്റെ നാട്ടിലേക്ക് എത്തുകയാണ്. ഇതാണ് മെയിൻ റോഡ്. അവിടുന്ന് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു. പക്ഷേ വിഗൂലല്ലോ, എടാ വൈക്കുണ്ടാ നടുവേ ഓടണം. ഇതെവിടെ പോയൊക്കെ ചങ്ങായി പോണിച്ച് കുടുംബക്കാരൻ. പാടം വെള്ളം നിറഞ്ഞിട്ടാ. ഇപ്പോ ആ തലക്ക് കാണുന്ന വീടാണ്. എത്തിയിട്ടില്ല. ഇന്ന വീട് ഇതാ നമ്മ സേറാൻസിയുടെ വീട് അല്ലേ? വീടിനെന്താ തമിഴ് പറയാ?
ഊര് നാടല്ലേ? ഊര് തെണ്ട്. ഇവിടെ മുമ്പിൽ പോയടാ പാടാണ് ഗൈസ്. സേറൻസിന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു പാടുണ്ട്, അതിപ്പോ മഴ പെയ്ത് നനഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയോക്കാം, ജസ്റ്റ് അടുത്ത കാഴ്ചകളും നോക്കാം. ഫുള്ളായില്ലേ? പണ്ടേ ആളൊക്കെ വരുമ്പോ ചെറിയൊരു തോടാണ്, ആക്ച്വലി ചെറിയൊരു തോടാണ്, പക്ഷെ നോക്കണേ കളെ കാണിച്ചോളാം. അവിടെ ഇതുണ്ട് മറ്റേ ഫൈബർ വെള്ളം, തോണിയാ? തോണി നമ്മൾ ആവശ്യം നമ്മൾ തോണി എടുത്ത് പോലാം. തോണി അവിടെ ഉണ്ട്. നോക്ക് ശരിക്കും ആക്ച്വലി ഇതാ അവിടെ ചെറിയൊരു തോട് മാത്രമാണ്, പക്ഷെ അത് നിറഞ്ഞിട്ട് ഇതാ ഇവിടെ ഫുള്ള് എത്തിക്കുന്നു. എന്താ ഒരു നരൻ ഫീലിങ്. ഇവിടെ ഞങ്ങൾക്ക് വെള്ളം വരണേ മഴ വരണമെന്നില്ല. ഇവിടെ പണ്ട് പറഞ്ഞു തടിയൊക്കെ വലിച്ചെരുമ്പിച്ച് ചാടി തടി തേങ്ങ നമ്മൾ എടുക്കൂല, തേങ്ങ എടുക്കണ കുറെ കള്ളന്മാര് വേറെ ഉണ്ട്. മറ്റേ വലട്ട് പിടിച്ചു അതല്ലേ ഞങ്ങളവിടെ പാലത്തുമ്മ കയറുന്നിട്ട് ഒലിച്ചു വരുമ്പോ മറ്റേ മാങ്ങ ഉറച്ചണ ഇതല്ലേ അത് വെച്ചിട്ട്. എന്താ നേക്ക് സാധനം വൈബിട്ടാ. അണക്ക് നേരം പോക്കണ ഇവിടെ നിരുന്നായി വെറുതെ. അതെ, ചെറുക്കന്മാർ ചാടാൻ വരുന്നുണ്ടോ? ഇപ്പൊ ചാടാൻ പറ്റില്ല, ഇപ്പൊ ഫുള്ള് പുല്ല് വന്തിയുണ്ട്. ചാട്ടക്കില്ല. നമ്മളവിടെയാണെങ്കിൽ അവിടുന്ന് അവിടെ മരത്തുമ്പ് കയറി ചാടും വെറുതെ. അവിടെ അങ്ങനെ ചാടാൻ പറ്റുന്നില്ല, അടി വെക്കുണ്ടോ? ഇവിടെ ആയല്ല അല്ലാണ്ട് ഇവിടെ ഈ പാടത്തെ ഭാഗത്ത് നമ്മൾ കുട്ടികളൊക്കെ വലുതായില്ലേ. 1.5 മിനിറ്റായി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ യാത്ര തിരിക്കുകയാണ്. സേറൻസ് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നു, കുറേ കാലം എടുത്തിട്ട് വന്നു. അപ്പോൾ ഇതാണ് സേറൻസിൻ്റെ വീട്ടിൽ നമ്മൾ യാത്ര തിരിക്കുന്നു. ഇതാണ് അവൻ്റെ വണ്ടി കേട്ടോ. അവൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാണ്. അടുത്ത വേണ്ടുള്ളൂ, കുറച്ച് ഒരു 2-3 മാസമായിട്ടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന് വെള്ളിയാഴ്ച ആണല്ലോ, ജുമുഅക്ക് പോകണം. അപ്പോൾ നമ്മൾ സേറൻസിൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഇനി ജുനൈദിൻ്റെ വീട്ടിൽ തന്നെ പോവാണ്. അവിടുന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് പറ്റുമെങ്കിൽ പൊന്നാനി പോകാനുള്ള പ്ലാനാണ്. പറ്റുമെന്ന് അറിയില്ല, ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ അവിടുന്ന് സ്കെച്ച് എന്തായാലും പൊന്നാനി പോകും. കാരണം നമുക്കിപ്പോൾ നല്ല മഴക്കാലമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത് കുറേ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. പക്ഷേ ഈ മഴയത്തൊരു ബുദ്ധിമുട്ട് എന്നുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ കാറെന്തെടുപ്പിനാ അല്ലേടാ അവിടെ ഇറങ്ങുമ്പോഴൊക്കെ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൊറയാണ്. അപ്പം നമ്മൾ കരുതി ഒരു സ്പിരിച്വൽ മൂഡ് പിടിക്കാന്ന്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ പോവും. പറ്റുമെങ്കിൽ ജുമുഅക്ക് അവിടെ കയറാം, അല്ലെങ്കിൽ പുതുപ്പറമ്പ്, അവിടുന്ന് പിന്നെ നമ്മളാക്കും പോലെ പോകും. നമുക്ക് ഫാൻസിനോട് അവിടെ നിൽക്കാൻ പറയും. അപ്പോൾ എന്താ പറയാ, അതിന് നമ്മൾ ഷെനീമിൻ്റെ വീട്ടിൽ പോകും. ചിലപ്പോൾ നമ്മൾ പോണ വഴിക്ക് കയറും, അല്ലെങ്കിൽ വരുമ്പോൾ കയറും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. നമുക്ക് എന്തായാലും പോണ വഴിക്കുള്ള വൈബും ചില്ലൊക്കെ വെച്ചിട്ട് ബാക്കി ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് പുതിയ NH-ലൂടെയാണ്. തൃശ്ശൂർ കോഴിക്കോട് NH ആണ്. അപ്പുറത്താണ്. ഇത് മറ്റേ സർവീസ് റോഡാണ്. നമ്മൾ ബൈക്ക് കയറും. നമുക്ക് എണ്ണ അടിച്ചിട്ട് വേണം കയറാൻ. ഓക്കെ. ഇടക്ക് വെച്ച് നിൽക്കുവോ? അപ്പൊ എന്തായാലും നമുക്കറിയാം അവിടെ കൂരിയാട് പാലത്തിന്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ അവിടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്താം. നമുക്ക് അവിടെ എത്തിയിട്ട് എടുക്കാം. അപ്പോൾ എന്താണ് നമുക്കെന്താ പറയാനുള്ളത്? സുഹൃത്തുക്കൾ ഇപ്പൊ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾ ക്ലാസ്സിൽ ഏറ്റവും സഹകരണ മനോഭാവമുള്ള ആളാണ്. ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോ ഓന്റെ കാർ എടുത്തു. ഓനക്കത് ഇഷ്ടമല്ല. നമ്മള് സുഹൃത്ത് ബന്ധങ്ങൾക്ക് വില കൊടുക്കാനുള്ള കാരണം എനിക്ക് എന്റെ നാട്ടിലെ സുഹൃത്തുക്കൾ മിസ്സായ ഒരാളാണ് ഞാൻ. എല്ലാ ഹോസ്റ്റലേഴ്സിനും മിക്കവാറും ചെറുപ്പം തൊട്ട് ഹോസ്റ്റലിൽ പോയ ആൾക്കാർക്ക് നാട്ടില് ഫ്രണ്ട്സ് കുറവായിരിക്കും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ, കമന്റ് ചെയ്യാം. അപ്പൊ ഉള്ള സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യാം. എന്റെ സുഹൃത്തുക്കളെ കാരണം ഒക്കെ മലപ്പുറം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂര് ഒക്കെ അവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് നാട്ടിൽ പോയാലും നിങ്ങൾക്ക് ആരും അറിയൂല. കാരണം ഞാൻ 10ാം വയസ്സിൽ അവിടെ നിന്ന് പോകുന്നിക്കണേ. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ പോണത് ആകെ മാസത്തിൽ 2 ദിവസമൊക്കെ പോകുള്ളൂ. അവിടെ ആ സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനൊപ്പം ഉണ്ടാവില്ല. നമ്മൾ മിക്കവാറും നമ്മളെ ഫോണും ഇതൊക്കെ നോക്കി നിൽക്കാം. അത് നല്ലതല്ല, എന്നാലും നമുക്ക് അങ്ങനെ പറ്റില്ല. നാട്ടിലൊക്കെ നമുക്ക് എന്റെ ഒപ്പം പഠിച്ച ആൾക്കാരൊക്കെ തന്നെ അറിയാം. പക്ഷെ നമുക്ക് ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളാണ്. അതെ. അല്ല നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളെ മാത്രം കുഴപ്പമാണ്. പക്ഷെ നമ്മളെ അറിഞ്ഞില്ല, അറിയാതെ പോയൊരു തെറ്റാണ്. പ്രായത്തിന്റെയും അന്നൊക്കെ വലിയ ഇതായിട്ട് മെയിനായിട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതെ. പണ്ടൊക്കെ ഞങ്ങൾ ഇതുകൂടെ വരുമ്പോ എമ്മാര് ബ്ലോക്ക്, അവിടെ എത്താൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞടക്കാണ്, പോകാൻ സുഖമാണ്.
ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടെ വരുമ്പോ കുറെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം കേട്ടോ. സേറൻസ് ഒന്ന് ബ്രീഫ് ചെയ്താ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് ഒരു എൻട്രി പോയിന്റ് ആണ്. ഈ കാണുന്നത് എൻട്രി പോയിന്റ്. ഇവിടെ എൻട്രി മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കൊണ്ടുപോയിക്കാണ്ട് എന്ത് ചെയ്യും, എക്സിറ്റ് അടിക്കും എല്ലാവരും. അപ്പൊ നമുക്ക് തന്നെ പ്രശ്നമായിരിക്കും. ഈ അടുത്ത് പുത്തൻതാണി ഒരു ആക്സിഡന്റ് ഉണ്ടായത്, എൻട്രിന്റെ അവിടെ എന്ത് ചെയ്തു, എക്സിറ്റ് അടിച്ചു. അങ്ങനെ പ്രശ്നമായി. അടിച്ച് മിന്നി പോയേക്കാരം ഈ റോഡ് പറഞ്ഞത്. ഏത് ഭയങ്കര സ്പീഡ്. അപ്പൊ KSRTC പോയ സ്പീഡൊക്കെ അമ്മ പോയത്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നത് നമ്മള് അവനാനെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. സംഗതി നമുക്ക് കുറച്ച് അപ്പുറത്ത് കൂടെ പോയിട്ടൊന്ന് കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും. പക്ഷെ ജീവന് വില കൊടുത്തിട്ട് എന്ത് ചെയ്യാ, അവിടെ നമ്മൾ എണ്ണക്കായി ലാഭിക്കാൻ നോക്കാതെ ചെയ്യാം. ഞാനങ്ങനെ ചെയ്യില്ല. നമുക്കിപ്പോ സിമ്പിൾ ആണ്. ഇപ്പൊ ഇതിൽ കൊണ്ട് എടുത്ത് പോയി വണ്ടി ഒന്നും ഇല്ല നമുക്ക് തോന്നും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിന്റെ സ്പീഡ് നമുക്ക് അളക്കാൻ പോലും പറ്റൂല. പിന്നെ നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട്. ഈ ടോള് കൊടുത്ത് അടുത്ത ടോള് വരെ അവിടെ നടക്കണ എന്ത് അപകടത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? ആ ടോളുകാർക്കാണ്. അതിന് നമ്മൾ പൈസ കൊടുക്കണത്. അത് അതിന്റെ നിയമമാണ്. അവിടെ എഴുതിയിട്ടുണ്ടാവും, അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. വെട്ടിച്ചറ ടോള് കൊടുക്കുമ്പോൾ വെട്ടിച്ചറ എത്തുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അരണാനകരം എന്നാലും നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താം. അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ നിർത്തി പറയാണ്. എന്തായാലും നമുക്കൊന്ന് എണ്ണ അടിക്കണം, എന്നിട്ട് അവിടെ എത്തുമ്പോൾ പറയാം. ഓക്കെ ചേച്ചി എവിടെ എണ്ണയുള്ളേ? അപ്പോ നമ്മള് കൂരിയാട് ഭാഗത്ത് എത്താനായിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഈ ഇറങ്ങി കഴിഞ്ഞാലാണ് അന്ന് അല്ലെ പാലായിരുന്നു പൊക്കിക്കായിരുന്നു അല്ലെ, പാടത്തുനിന്ന് പൊക്കിക്കായിരുന്നു. പക്ഷെ അതൊരു ഒരു പിഴവായി. എന്തായാലും നോക്കാം. നിലവിൽ ആ പാലം മൊത്തം പൊളിച്ചിട്ട് തലക്കുന്ന് ഉണ്ടാക്കുന്ന ഒരു കോലത്തേക്കാണ്. വരുമ്പോ കണ്ടീനു, നമുക്ക് എന്തായാലും ഉൾപ്പെടുത്താം. ഇവിടെയാണത് പൊളിഞ്ഞത് കേട്ടില്ലേ. നോക്കാണി ഇതാ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിക്കണേ. അതാണ്ടല്ലേ അത് മൊത്തം എടുത്ത് മാറ്റി. ഇല്ല ഇതുവരെ പുതിയത് ഉണ്ടാക്കാണ്. അതെ അയച്ചാങ്കൊയ്ച്ച തലക്കുന്നില്ലേ. എന്തായാലും നമ്മൾ വി ഹോപ്പ് നല്ലൊരു പാലം ഇവിടെ വരുന്നില്ലേ, ഒട്ടപ്പാറൊക്കെ മാതിരി. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ സേഫ്റ്റിയാണ് പ്രധാനം. നൈമിൽ നടക്കുന്നവർക്കൊക്കെ പാടാണിത്. കാരണം മനുഷ്യന്മാരുടെ ജീവൻ വെച്ചിട്ട് കളിക്കരുത്. അതെ അതെ. അന്ന് തന്നെ ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞു വരുന്ന ആളുകളാണ് ചെക്കനും അവരുടെ ടീമാണ് എന്ത് അപകടത്തിൽപ്പെട്ടുപോയത്. അവരൊക്കെ ജീവന് വിലവില്ലേ. അതെ ട്രോമയോ പാട്ടാക്കാം. നമുക്ക് എന്ത് വിഷയം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. ഇവനോട് പൊയ്ക്കാതെ ഇതാണ് ടോള്. വെട്ടിച്ചിറ ടേൾ. നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ മിസ്സായി ഗൈസ്. പിന്നാക്കാം. അല്ല ഈ റോഡുകളിലെ ഏറ്റവും ബെസ്റ്റ് റോഡല്ലേ അത് ഈ നമ്മളിപ്പോ പോണ സാധനല്ലേ, ഈ കോൺക്രീറ്റഡ് റോഡ്. അതെ. എങ്ങനെയാണ് എലവേറ്റഡ് ഹൈവേ എന്ന് പറയാം. ഓക്കെ. എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ ശരിക്കും ആദ്യം അടിയിൽ മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യാ മറ്റേ ക്വാർട്ടറായിട്ട് ഈ സാധനം അടിക്കുക.
അതുകൊണ്ടാണ് ഈ എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ പോകാൻ ഭയങ്കര സ്മൂത്ത് ഫീൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. പക്ഷെ ഇതിപ്പോ നമ്മളിവിടെ ഇവിടെ ഉള്ളൂ, ഈ ടോളിന് മാത്രമേ ഉള്ളൂ. ടോള് ആ പോണ രസം ഭയങ്കര രസം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അങ്ങനെ മനസ്സിലാവണം കേട്ടോ. തെറ്റുണ്ടാവും, കമന്റ് ചെയ്യാം. ഓക്കെ. ഒരു വിവരമില്ലാതെ രസല്ലേ? കമന്റ് അയക്കല്ലോ. ഞാനാണ് എഴുതിയാണ്. അത് എഡിറ്റ് ചെയ്ത് തരുമ്പോ 10-20 മിനിറ്റ് കൊണ്ടുള്ളൂ. നമ്മക്കൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിലും ഇപ്പൊ പൈസ. റോഡ് മോനെ റോഡ് വണ്ടി പോണ സ്പീഡാണ്. ഇൻഡിക്കേറ്റർ ഇട്ട് കയറാൻ നിൽക്കണേ. അപ്പൊ ഗൈസ് അടുത്ത് നമ്മൾ കിടക്കുന്നത് ഏതാണ് സ്ഥലത്തിന്റെ പേര്? വട്ടപ്പാറ വയഡക്റ്റ്. വട്ടപ്പാറ വയഡക്റ്റ്. പണ്ട് വട്ടപ്പാറ വളവുള്ള സ്ഥലം. ഈ റോഡിന്റെ പുതിയ ഉണ്ടാവുന്ന ഈ റോഡില്ലേ NH-ന്റെ ഏറ്റവും മനോഹരമുള്ള സ്ഥലമാണ് വട്ടപ്പാറ വയഡക്റ്റ്. അപ്പൊ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് ഇവര് വിശേഷിപ്പിക്കുന്ന സ്ഥലം നമുക്ക് പോയി നോക്കാം. എനിക്ക് പരിചയമില്ലാണ്ട്, ഞാൻ പാലക്കാട്ടുകാരനാണ്. നമുക്ക് പാലക്കാട് തൃശ്ശൂർ നമ്മളെ ഏതോ കാലത്ത് ഇങ്ങനെയാണ്. ഇവര് പാവനുള്ളൂ. 10 വർഷം ഇവിടെ പഠിച്ചാറുണ്ട്. അല്ല അതുണ്ട്, നമുക്ക് ആത്മബന്ധം ഉണ്ട്. നാടവിടെ അല്ലേ ഈ പാട്ടൊന്നും ഈ വണ്ടിക്കാർ? അത് ഓഫാക്കുന്ന അത് വർക്ക് ഇത് വ്ളോഗ് ചെയ്യട്ടെ. ഈ പാട്ട് കേൾക്കില്ലേ? വണ്ടി പോകാത്ത തുരന്നുണ്ടായിക്കൊണ്ടല്ലേ റോഡുണ്ടാക്കണൊക്കെ കാണിച്ചു കൊടുക്ക് ഗൈസ്. എത്ര ഈ ചെറുപ്പകി അധ്വാനികളുടെ ഫലമാണ് ശരിക്കും എന്ത് റോഡ്. തൊഴിലാളി വർഗങ്ങളെ നിന്ദിച്ച് കാണരുത്. അതെ അതെ അതെ. കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതിന് പിന്നിൽ നല്ലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ഇതിന് പുറമെ നല്ലൊരു എന്തുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട് പണിക്കാരത്. വൗ മൈ ഗോഡ്. അതെ, ഊരിയാട് പാലം പൊളിച്ചിട്ടൊക്കെ NRC. അതുപോലെ അതൊക്കെ ഏത് ആനക്കൊരു അടി തെറ്റും. നോക്ക് ഫ്രണ്ട്സ്, നമ്പർ ഓക്കെ. ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഫീൽ വല്ലാത്തൊരു ഫീലാണ്. അത് ഡ്രൈവർക്കെ പറഞ്ഞ മനസ്സിലാവും. എന്താ AC ഇല്ലേ? കണ്ടല്ലോ. അശ്വന്ത് കൊക്ക് എന്താണ്? നിന്നെ കാത്ത് കാത്ത് നിന്നെ കാത്ത് കാത്ത് പാടാ. ഞാൻ വരുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പൊ ഞങ്ങള് പ്രതീക്ഷിച്ച പോലെ ഞങ്ങക്ക് പൊന്നാനി പള്ളിക്ക് എത്താൻ പറ്റിയില്ല അല്ലെ. പകരം ഞങ്ങള് BM ജുമാ മസ്ജിദ് അവിടുന്ന് ജുമാ നിസ്കരിച്ച് ഇപ്പൊ ഞങ്ങള് പൊന്നാനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ഉണ്ട്, അന്നാ കിടില മഴ. വ്യൂസിലായിരുന്നു നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കൃത്യമായി കാണാൻ പറ്റുന്ന അറിയില്ല. നിങ്ങൾ കാണുന്നത് ഇപ്പൊ എന്താണ്? BM കായലാണ്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കണേ കായലാണ്. അതെ, കമന്റ് ഇടുക. അതെ, ബിയത്തുള്ളവരത് കാണുന്നെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മള് KP സൽമാനെ കാണാൻ പോകട്ടോ. ഒരു പച്ച കൽബ്, ഒരു പച്ച ഹൃദയം തരിക. കിടില മഴ കേട്ടോ. അത് സേറാസിന്റെ കിടിലൻ ഡ്രൈവിങ്ങും. സേറാസിന്റെ വലിയൊരു ആഗ്രഹമോ പഠിച്ച കാലത്ത് ഞാൻ പറയലാണ്, ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങുന്നേ. അങ്ങനെ അവൻ ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാണ് ഈ ആൾട്ടോ 800. ഞാൻ അടുത്ത ആഗ്രഹം ഒരു റേഞ്ച് റോവർ വാങ്ങണം എന്നാണ്. ഒരു ക്രെറ്റമേലത് എത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കണം. അടഞ്ഞു വിടുമ്പോ അടുത്ത റേഞ്ച് റോവർ എടുക്കാനുള്ള. അതെ, ഇവിടെ പറഞ്ഞു നിർത്തിയത് സേറൻസിന്റെ വണ്ടി. അപ്പൊ നമുക്ക് ഞാൻ ആഗ്രഹം റേഞ്ച് റോവർ വാങ്ങാനാണ്. അപ്പൊ ഓനക്കത് വാങ്ങാനുള്ള എന്താ പറയാ തൗഫീക്ക് പറിച്ചോൻ കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാണ്. നമുക്ക് റേഞ്ച് റോവർ വാങ്ങാനുള്ള ഒരു തൗഫീക്ക് ഒക്കെ തരട്ടെ. നമ്മുടെ സ്ഥലത്തെയോ നമ്മള് പോണത് ഇവിടെ ഒരു പൊന്നാനി കോളേജിലാണ്. നമ്മളെ ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പൊ അവിടെയാണ് പേര് MI അറബിക് കോളേജ്. ഫ്രണ്ടിന്റെ പേര് KP സൽമാൻ. കാഞ്ഞിരമുക്ക്. അവന്റെ പേര് KP സൽമാൻ. നമ്മള് പോണത് നമുക്ക് ഫുഡ് അവിടെയാണ്. ഉച്ചക്ക് ഫുഡ് അതല്ലേ വന്നത്. മുമ്പിൽ ഷോപ്പിനല്ലേ വന്നത്.
ഇറങ്ങി നോക്കാം. ഓക്കെ സീറൻസ് കടിയൊന്നുമില്ല എത്തിൻ്റെ മാറ്റി. അവിടെ ക്യാൻറ്റീന് വന്നിട്ട് ഗൈസ് ആദ്യമായിട്ട് നമ്മൾ ക്യാൻറ്റീൻ ഇങ്ങനെ എടുക്ക് നമ്മൾ കേപ്പിന് എടുക്കുക. ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പൊന്നാനി കോളേജിലാണുള്ളത്. വന്ന ഉടനെ തന്നെ ആ സ്ഥലത്ത് ഒരു ലെക്ചറിന്റെ ബോർഡും വെച്ച് വെറുതെ മാറ്റി. ഇതാണ് വരെ ഇത് സ്റ്റാഫ് അല്ലേ? സ്റ്റാഫ് പിന്നെ നമ്മള് ഫുഡ് കഴിച്ചത് കൊടുക്കും. ഉച്ചക്ക് നല്ല നെയ്ച്ചോറ്, നല്ല ബീഫ് അടിപൊളി അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പൊന്നാനി മെയിൻ സെന്ററുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും പോകും. ബീച്ചില്ലേ? ബീച്ചുണ്ട്. പിന്നെ വണ്ടിന്റെ കുറച്ച് വീഡിയോസ് എടുക്കാണ്ട്. സഹീറൻസ്